ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ മീൻമുട്ടിയിലാണ്. നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമാണ് മീൻമുട്ടി. തിരുവനന്തപുരം പൊന്മുടി പോകുന്ന റൂട്ടിലാണ് ഈ മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കുളിക്കാറുണ്ട്. ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസാണിത്. പക്ഷെ ഞങ്ങളിന്ന് വന്ന ദിവസം എന്തായാലും ഞങ്ങൾക്ക് നല്ലതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരാൾ പോലും ഇല്ല, ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. അവിടെ സെക്യൂരിറ്റീസ് മാത്രമേ ഉള്ളൂ. കാരണം മഴയായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ മഴ ആയതുകൊണ്ട് ചെന്ന സമയം സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇറങ്ങുന്നതൊക്കെ സൂക്ഷിച്ച് വേണം, ഒരു സൈഡിൽ മാത്രം നിന്ന് കുളിച്ചാൽ മതി, അധികം ദൂരമൊന്നും അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഞങ്ങളെ ഇറക്കിയത്. പക്ഷേ അടിപൊളി സ്ഥലമായിരുന്നു. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? മീൻമുട്ടിപ്പാറയിൽ ഞങ്ങളിത് എത്തിയിരിക്കുകയാണ്. ഇന്ന് എന്താ സ്പെഷ്യൽ? എന്താ ഇന്നത്തെ ദിവസം? ഇന്ന് ബേബിയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഇന്ന് നമ്മള് ഇന്ന് സത്യം ഇന്ന് കൊട്ടാരക്കരയിൽ നിന്ന് വന്നതാണ്. ഇന്ന് റെനി ചേച്ചിയും ബിനു അച്ചാച്ചനും മക്കളും ഒക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങളിന്ന് സാധാരണ ഇവിടെ മീൻമുട്ടിയിൽ ചൂടുള്ള ചൂടത്താണ് നമ്മൾ ഇവിടെ വന്ന് കുളിക്കേണ്ടത്. പക്ഷെ ഇന്ന് മഴയായിരുന്നു. മഴയായതുകൊണ്ട് നമുക്ക് ഇന്ന് ഇന്നും പുറത്തോട്ടൊന്നും അധികം ദൂരത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളത് അതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു മഴയേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അധികം ദൂരോട്ടൊന്നും പോകരുത്. മഴ ആയതുകൊണ്ട് ആളും കുറവാണ് ഇവിടെ, നല്ല ആളും കുറവാണ്. ഓ മീൻമുട്ടിയിലോ പുള്ളി ആരോ അത് കട്ട് ചെയ്തിട്ടൊക്കെയാണല്ലോ കല്ല് ചെറുതായിട്ട്. ഇനി ഇവിടെ നിന്ന് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് കഴിഞ്ഞ് ഇറങ്ങിയായിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. വരുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിച്ചു. ഇനി ഞങ്ങൾ നേരെ വിഴിഞ്ഞം ഉസ്താദ് ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബിനു അച്ചാച്ചനും റിനി ചേച്ചിയൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് സീ ഫുഡ് കഴിക്കണം, മീൻ വിഭവങ്ങൾ. കാരണം കൊട്ടാരക്കര കുറച്ച് കുറവാണ് മീൻ വിഭവങ്ങൾ, അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഒന്ന് കഴിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ബിനു അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫെബമോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങളൊരു സർപ്രൈസ് കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് വിഴിഞ്ഞത്തോട്ട് പോകുന്ന വഴി കേക്കൊക്കെ എടുത്ത് ഞങ്ങളത് വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ട്. സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടുവന്ന് ഫെബമോൾ അറിഞ്ഞിട്ടില്ല കേക്ക് കട്ട് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ഫുഡൊക്കെ ഓൾറെഡി നേരത്തെ ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. ഫിഷൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഫെബമോളുടെ സന്തോഷമൊക്കെ കണ്ടോ കേക്ക് കിട്ടിയപ്പോഴത്തേക്കുള്ള. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം കേക്ക് കട്ട് ചെയ്തു, ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ടൗണിലോട്ടൊക്കെ ഇറങ്ങി, സിറ്റിയിലോട്ടൊക്കെ പോയി. കാരണം കനകക്കുന്നിൽ അവിടെ ഒരു സമ്മർ ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞു. 10 മണി വരെ എൻട്രൻസ് ഉള്ളൂ അവിടെ, അത് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിശാഗന്ധി കനകക്കുന്നൊക്കെ ഒന്ന് നൈറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് മാനവീയം വഴി കറങ്ങി അടിച്ച് ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിലെത്തി. അടുത്ത ദിവസം തിരിച്ച് വീട്ടിലും പോയി. അവർ കൊട്ടാരക്കര പോയി അടുത്ത ദിവസം. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അവരും ഒരുപാട് നാളായിട്ട് ഇവിടെ തിരുവനന്തപുരം വരണം, മാത്തൂനെ കാണണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിനുള്ളൊരു സമയവും സന്ദർഭവും ഒക്കെ ഒത്തു കിട്ടിയത്. ഞങ്ങളും വളരെ സന്തോഷം, ഇങ്ങനെ ഒരു ഫെബമോളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങളത് അടുത്ത് കേക്കെല്ലാം കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇല്ല. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു, ഫുഡ് കഴിച്ചു. നല്ല രീതിയിൽ അടിപൊളിയായിരുന്നു. കേക്ക് എപ്പോഴും ഞങ്ങൾ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും മേടിക്കുന്ന അവിടെ തന്നെയാണ്, നിഷയുടെ അവിടെ തന്നെയാണ്, നന്ദാസ് ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെയാണ് കേക്ക് മേടിച്ചത്. നല്ല അടിപൊളി കേക്കായിരുന്നു. നട്ടി ഫ്രൂട്ട്സ്, നട്ടി ക്രീമോ അങ്ങനെ എന്തോ ഒരു ഫ്ലേവർ ആയിരുന്നു അത്. അടിപൊളിയായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളത് ഇനിയിപ്പോഴത്തെ ഫോട്ടോ സെഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു.
റിനി ചേച്ചിക്ക് മീൻമുട്ടയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ മീൻമുട്ട അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തു. ഹമൂറ്, കരിമീൻ അതൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അവരൊക്കെ സന്തോഷമായിട്ട് ഞങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ കനകക്കുന്നിലോട്ടാണ് പോയത്. കനകക്കുന്ന് അവിടെ കുറച്ചൊന്ന് റിലാക്സൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ചെറിയൊരു രീതിയിലൊരു സദ്യയൊക്കെ ഉണ്ടാക്കി. അമ്മ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ കഴിച്ചു. എല്ലാവരും സന്തോഷമായിട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.